നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഹയറിംഗ് സിസ്റ്റം. ഹോസ്പിറ്റലിലേക്ക് ഡോക്ടേഴ്സിനെ അതേപോലെ തന്നെ ബാക്കിയുള്ള നഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്സ് ഇവരൊക്കെ എങ്ങനെ ഹയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള SOP ആണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ബൈ HR ഡിപ്പാർട്ട്മെന്റ്. HR ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കേണ്ട ഒരു SOP ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് മാൻ പവർ പ്ലാനിങ് ആണ്. ഒരു വർഷത്തേക്ക് നമുക്ക് എത്രത്തോളം ആളുകളെ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് മാൻ പവർ പ്ലാനിങ്ങിൽ വരുന്നത്. ആനുവൽ മാൻ പവർ ബഡ്ജറ്റ് വിത്ത് HODs, അതായത് നമ്മളുടെ ഇൻചാർജസ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനെ അറ്റൻഡ് ചെയ്യുകയും ലാസ്റ്റ് ഇയറിലൊക്കെ ഏകദേശം എത്ര സ്റ്റാഫുകളാണ് ഉണ്ടായിരുന്നത്, ബഡ്ജറ്റ് ചെയ്യേണ്ടത് ശരിക്കും എത്ര എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫുകളാണ് വേണ്ടത്, എത്ര ട്രെയിനീസ് ആണ് വേണ്ടത്, എത്ര ഇന്റേൺസ് ആണ് വേണ്ടത് എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് അതിന്റെ ആനുവൽ മാൻ പവർ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത്. ആ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു HR എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാദിത്തം. അതിൽ നല്ല ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഏറ്റവും നല്ല ആളുകളെ പ്ലേസ് ചെയ്യുക എന്നുള്ളത്. അതന്നെ ഓരോ ക്വാർട്ടറിലും ഓരോ 3 മാസം കൂടുമ്പോഴും അത് ഡബിൾ ചെക്ക് ചെയ്യുക, ഇത് അങ്ങനെ തന്നെയല്ലേ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ അപ്രൂവൽ എടുക്കുകയും ചെയ്യുക. ഈ ഓരോ സമയത്തും, അതായത് ആനുവൽ മാൻ പവർ ചെക്ക് ചെയ്യുമ്പോഴും ചെക്ക് ചെയ്തതിന്റെ റിപ്പോർട്ടും അതേപോലെ തന്നെ ക്വാർട്ടർലി റിവ്യൂ റിപ്പോർട്ടും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ അധികാരികളെ കാണിക്കുകയും അവരോട് കൃത്യം എന്താ പറയാ അതിന്റെ അപ്രൂവൽ എടുക്കുകയും ചെയ്യുക. രണ്ടാമത്തെ കാര്യം വാക്കൻസി റിക്വസിഷൻ, അതായത് VRF എന്നാണ് പറയാം. ഇപ്പോ റേസ്ഡ് ബൈ HOD ഫോർ ന്യൂ ഓർ റീപ്ലേസ്മെന്റ് റോൾസ്. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതുതായിട്ട് ഒരാൾ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അതിലേക്ക് പുതിയ ആളുകളെ വേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും സ്റ്റാഫുകളുടെ പെർഫോമൻസ് നമ്മൾ വിചാരിച്ച അത്ര ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ 2 സമയത്താണ് നമുക്ക് VRFന്റെ ആവശ്യം വരിക. ഈ VRF ഫോം ഫില്ല് ചെയ്യുക. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഒന്ന് പൊസിഷൻ, ഏത് പൊസിഷനിലേക്കാണ് ആൾ എടുക്കുന്നത്, ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളെയാണ് വേണ്ടത്, സാലറി ബാൻഡ് എത്ര ആയിരിക്കണം, അതായത് എക്സ്പീരിയൻസ് എത്ര ഉണ്ട് നോക്കിയിട്ടാണ് നമ്മളതിൽ സാലറി ഈ സംഗതികളൊക്കെ പ്ലാൻ ചെയ്യാം. ദെൻ റീസൺ, അങ്ങനെ ഒരു ആൾ എടുക്കാൻ ഒന്നുകിൽ പുതിയ ഡിപ്പാർട്ട്മെന്റ് ആഡ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ പുതിയ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നുണ്ടാവാം. അത് HR നിന്നും അതിന്റെ അപ്രൂവൽ എടുക്കുക. ഈ ഒരു VRF ചെയ്തിട്ട് അത് HR റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും വേണ്ട ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മളെ കയ്യിൽ ഒരു ലൈബ്രറി പോലെ ഉണ്ടായിരിക്കണം. ഒന്ന്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്, അയാളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തായിരിക്കണം, അയാൾക്ക് എന്തൊക്കെ ജോലികളാണ് ഇവിടെ ചെയ്യേണ്ടിയുള്ളത്, അതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾക്കും വേണ്ട ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മളെ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഓരോ സ്റ്റാഫ് ആണെങ്കിൽ അവർ ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മളെ ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു ലൈബ്രറി കീപ്പ് ചെയ്യാം. പിന്നെ പുതിയ ഏരിയ, പുതിയ റോള് ഇതിലേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പുതിയ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക. അത് HODസുമായിട്ട് നമ്മളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇരുന്നിട്ട് ആ ആളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് വരിക എന്നൊക്കെ നോക്കിയിട്ട് അവരുടെ ഇന്ന് ഇൻഫർമേഷൻ എടുത്തതിന് ശേഷം അവർക്ക് വേണ്ടി പുതിയൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഇന്റർവ്യൂക്ക് മുമ്പായിട്ട് തന്നെ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈ കാൻഡിഡേറ്റ്സിന് ഷെയർ ചെയ്യാം. നിങ്ങൾ നോക്കുന്ന ജോലിയിലേക്ക് ഇന്ന ക്വാളിറ്റി ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം ഈ കാൻഡിഡേറ്റ്സിന് മുൻകൂട്ടി ഇന്റർവ്യൂവിന് മുൻപേ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നാലാമത് റിക്രൂട്ട്മെന്റ് ചാനൽസ് ആണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന മെത്തേഡ്സ് തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒന്നുകിൽ ഹോസ്പിറ്റലിലെ വെബ്സൈറ്റിൽ കരിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ജോബ് പോർട്ടൽസ് അവൈലബിൾ ആണ്. നമ്മളെ വെബ്സൈറ്റ് അല്ലാതെ തന്നെ ഇഷ്ടംപോലെ നോക്കറി അല്ലെങ്കിൽ ബാക്കിയുള്ള രൂപത്തിലുള്ള ഇൻഡീഡ് എന്നുള്ള സംഗതികളൊക്കെ അവൈലബിൾ ആണ്, അതെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉണ്ടല്ലോ, ഹോസ്പിറ്റലിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉണ്ടാവും, അതിൽ പോസ്റ്റേഴ്സ് ആയിട്ടും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ നമുക്ക് ഷെയർ ചെയ്യാം, സ്റ്റാറ്റസ് ആക്കിയിട്ടോ, അല്ലെങ്കിൽ ലോക്കൽ നഴ്സിംഗ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, ചാനലായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇനി ഡോക്ടേഴ്സിനാണ് വേണ്ടതെങ്കിൽ മെഡിക്കൽ അസോസിയേഷൻസിന്റെ, പിന്നെ ഇപ്പൊ IMA പോലുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള
ഡോക്ടേഴ്സിന്റെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളും അതിന്റെ അസോസിയേഷൻ ടീംസ് എല്ലാം ഉണ്ടാവും. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഹയറിംഗ് പോസ്റ്റ് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് ക്യാമ്പസ് ഇന്റർവ്യൂ ആണ്. ക്യാമ്പസ് ഹയറിംഗ് ചെയ്യാം. പാരാമെഡിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പസ് ഇന്റർവ്യൂകൾ അറേഞ്ച് ചെയ്യാം. പിന്നെ ഉള്ളത് ഒന്ന് എംപ്ലോയി റെഫറൽ സ്കീമാണ്. നമ്മളുടെ എംപ്ലോയീസിന് നമുക്ക് സ്റ്റാഫുകളെ സജസ്റ്റ് ചെയ്യാം. അതിനൊരു ഒരു ബെനിഫിറ്റ് അവർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രൂപത്തിൽ കൂടി നമുക്ക് അവരെ പുതിയ റിക്രൂട്ട്മെന്റ് ചാനലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ഏരിയ സ്ക്രീനിങ് പ്രോസസ് ആണ്. സ്ക്രീനിങ് പ്രോസസ്സിൽ നമുക്ക് വരുന്നത് ഒന്ന് റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ആണ്. റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞ VRFും അതേപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത ആളുകളെ തന്നെയാണോ നമുക്ക് റെസ്യൂം കിട്ടിയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് സാഗ്രിഗേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അവരെ ടെലിഫോണിക് ഇന്റർവ്യൂ നടത്തുക. HR ടെലിഫോണിക് ഇന്റർവ്യൂ നടത്തുമ്പോൾ അതിൽ കമ്മ്യൂണിക്കേഷൻ, അവരുടെ സാലറി എക്സ്പെക്ടേഷൻ, അവൈലബിലിറ്റി, ഇത് കൂടാതെ നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടത് ഒരു ഇൻട്രോ വീഡിയോ, ഒരു 1 മിനിറ്റ് ഇൻട്രോ വീഡിയോ അവരോട് സെൻഡ് ചെയ്യാൻ വേണ്ടി പറയാം. അവരുടെ പേര്, അവരുടെ സ്ഥലം, അവരുടെ ഡീറ്റെയിൽ, അവരുടെ ജോബ് എക്സ്പീരിയൻസ്, അല്ല എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ എന്താണ് പഠിച്ചത്, ഈ സംഗതികളൊക്കെ അവരുടെ ഒരു 1 മിനിറ്റ് വീഡിയോ, 1 മിനിറ്റിൽ കൂടാനും പാടില്ല കുറയാനും പാടില്ല, മീൻസ് കറക്റ്റ് ഒരു 1 മിനിറ്റ് വീഡിയോ അവരോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറയാം. എന്നിട്ട് HOD റിവ്യൂ ചെയ്യുക. ടെക്നിക്കലി അവർ സ്യൂട്ടബിൾ ആണോ എന്നുള്ള രൂപത്തിൽ നോക്കിയിട്ട് അവരുടെ റെസ്യൂമെ നമ്മളെ കയ്യിലുണ്ട്, അവരുടെ ഇൻട്രോ വീഡിയോ നമ്മളെ കയ്യിലുണ്ട്, ടെലിഫോണിക് ഇന്റർവ്യൂ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെല്ലാം വെച്ചിട്ട് HODയുമായിട്ട് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാം ബിഫോർ ഇന്റർവ്യൂ. ഇന്റർവ്യൂ പ്രോസസ് എങ്ങനെയാണ് വരുന്നത്? അതായത് ഫസ്റ്റ് സ്റ്റേജിൽ HR ഇന്റർവ്യൂ നടത്തുക, ആറ്റിറ്റ്യൂഡും ആള് ഫിറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി 2 ടെക്നിക്കൽ ഇന്റർവ്യൂ ബൈ HODs. പിന്നെ സ്റ്റേജ് 3 അവരുടെ വിഷൻ, ലീഡർഷിപ്പ്, ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ HR മാനേജർ അല്ലെങ്കിൽ ജനറൽ മാനേജറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയും ചെയ്യാം. ഈ 2 സ്റ്റെപ്പും ഓക്കെ ആണെങ്കിൽ മാത്രമേ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകേണ്ടതുള്ളൂ. പിന്നെ അവരെ ഇവാലുവേഷൻ ആണ്. അതായത് ഇന്റർവ്യൂ ഫോമും ഈ 3 സ്റ്റേജ് കവർ ചെയ്യുകയും അതിന്റെ സ്കോർ നോക്കിയിട്ടാണ് നെക്സ്റ്റ് അവരെ പിന്നെ ഇവാലുവേഷൻ ചെയ്യേണ്ടത്. ഇത്രയും കഴിഞ്ഞാൽ ഒന്നുകിൽ അവര് റിജക്റ്റ് ആവും, അല്ലെങ്കിൽ അവര് നമ്മൾ അവരെ ടേക്ക് ചെയ്യും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓഫർ ലെറ്റർ പ്രിപ്പറേഷൻ ആണ്. ഓഫർ ലെറ്റർ വിത്ത് സാലറി ബാൻഡ്, ഒരു സാലറി പറഞ്ഞിട്ടുണ്ടാവും, അതെല്ലാം ക്ലിയർലി മെൻഷൻ ചെയ്തിട്ട് അവർക്ക് ഓഫർ ലെറ്റർ കൊടുക്കുക. നെഗോസിയേഷൻ വരേണ്ടത് ഈ നമ്മളുടെ ഒരു സാലറി വിത്തിൻ ദ സാലറി ബാൻഡിന്റെ ഉള്ളിൽ മാത്രമാണ്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നെഗോസിയേഷൻ നടക്കേണ്ടത്. ഇതിന്റെ കൺഫർമേഷൻ ആയിട്ട് അവർക്ക് റിട്ടേൺ ആയിട്ടോ, സാധാരണ നമ്മൾ റിട്ടേൺ ആയിട്ടാണ് അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടോ കൺഫർമേഷൻ നമുക്ക് കൊടുക്കാം. പിന്നെ അവർക്ക് അതേപോലെ തന്നെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ജോയിനിങ് ചെക്ക് ലിസ്റ്റ് ഷെയർ ചെയ്യാം. അവർ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് ആ പിന്നെ കാൻഡിഡേറ്റിന് കൈമാറാം. 8ാമത്തത് ഓൺബോർഡിംഗ് പ്രോസസ് ആണ്. ഒന്ന് ഡോക്യുമെന്റേഷൻ ആൻഡ് മെഡിക്കൽ വെരിഫിക്കേഷൻ. ഡോക്യുമെന്റ്സ് നമ്മളുടെ NABH പിന്നെ പറയുന്നത് പോലെ ഉള്ള എല്ലാ ഡോക്യുമെന്റ്സും അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മെഡിക്കൽ വെരിഫിക്കേഷൻ, അവരുടെ മെഡിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. പിന്നെ 1ാമത്തെ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഒരു ഹോസ്പിറ്റൽ ടൂർ, ഹോസ്പിറ്റൽ പോളിസീസ്, അവരെ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഒരു മെന്റർ അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതൊരു പുതിയ സ്റ്റാഫോ അല്ലെങ്കിൽ പുതിയൊരു ട്രെയിനി സ്റ്റാഫോ അല്ലെങ്കിൽ ഒരു ഇന്റേണോ ഒരാൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പുതുതായിരിക്കുമല്ലോ. ആ പുതിയ ആളുകളെ ഒന്ന് ഒരു ഐസ് ബ്രേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു മെന്റർ അസൈൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവരൊരു ബഡി കൂടെ ഉണ്ടാവുന്ന, ഇപ്പോൾ ഒരു സീനിയർ സ്റ്റാഫാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഒരു സ്റ്റാഫിനെയും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇവിടുത്തെ രീതികൾ എന്തൊക്കെയാണെന്ന് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാം. വീക്ക്ലി HR ചെക്ക് ഇൻ ചെയ്യുക. ഫസ്റ്റ് മന്ത് എല്ലാ വീക്കും അവരെടുത്ത് പോയിട്ട് അവരുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എടുക്കുക. ആദ്യത്തെ മാസത്തിൽ അവരുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എടുക്കുക. പ്രൊബേഷൻ പീരീഡ് നമുക്ക് സാധാരണ 6 മാസമാണ്. അത് 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. 6 മാസമാണ്, ഒരു 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. 3 മാസത്തിൽ ഒരു പിന്നെ റിവ്യൂ നടത്തണം. 6 മാസത്തിലും റിവ്യൂ നടത്തണം. ഈ റിവ്യൂയുടെ അടിസ്ഥാനത്തിൽ ഡിസിഷൻ മേക്ക് ചെയ്യാം. ഒന്നുകിൽ അവരെ കൺഫേം ആക്കാം, അല്ലെങ്കിൽ ഒരു 3 മന്ത് കൂടി നോക്കണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം. ഇന്ന കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളുടെ പോളിസി
അനുസരിച്ച് പോവുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്യാവുന്നതും ആണ്. റിട്ടൻഷൻ ആൻഡ് എൻഗേജ്മെന്റ്. ഇപ്പൊ ഒരു സ്റ്റാഫിനെ സ്ഥിരമായിട്ട് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് റെക്കഗ്നീഷൻ കൊടുക്കുക എന്ന് പറയും. അപ്പൊ അത് ബെസ്റ്റ് സ്റ്റാഫ് അല്ലെങ്കിൽ ബെസ്റ്റ് ഡോക്ടർ, നേഴ്സ് ഓഫ് ദി മന്ത്, ഈ സംഗതികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രോസസ് ട്രെയിനിങ് ത്രൂ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് റെക്കഗ്നീഷൻ കൊടുക്കൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ അതിന് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നുണ്ട്, ഓരോ ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ട്, CMEകൾ സംഘടിപ്പിക്കുന്നുണ്ട്, അതും ഇതിന്റെ കൂടെ നമുക്ക് ചെയ്യാം. പിന്നെ ടീം ആക്ടിവിറ്റീസ്, ഫെസ്റ്റിവൽസിനൊക്കെ ഓരോ ചെറിയ ചെറിയ പ്രോഗ്രാമുകളും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാം. ഇതിന്റെ കൂടെ നമുക്ക് HR പോളിസി, ഒരു ഓപ്പൺ ഡോർ HR പോളിസി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേൾക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ സോൾവ് ചെയ്യാനും പറ്റേണ്ടതായിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു എക്സിറ്റ് മാനേജ്മെന്റ് പോളിസി നമുക്ക് ആവശ്യമാണ്. ഒരാള് ജോയിൻ ചെയ്തു, നമ്മുടെ കൂടെ വർക്ക് ചെയ്തു, അയാൾക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫോർമാറ്റ് ആണ്. ഒന്ന് റിസിഗ്നേഷൻ നോട്ടീസ് സബ്മിഷൻ. ഒരു മാസം മുൻപായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ മാസത്തിൽ ഓരോരുത്തർ എന്നുള്ള രീതിയിലാണ് നമ്മൾ റെസിഗ്നേഷൻ പ്ലാൻ ചെയ്യുക ഇൻ കേസ് ഉണ്ടെങ്കിൽ. അപ്പൊ ഒരു 1 month ബിഫോർ റെസിഗ്നേഷൻ നോട്ടീസ് സബ്മിറ്റ് ചെയ്യുക. ഒരു എക്സിറ്റ് ഇന്റർവ്യൂ വെക്കുക, HR നിന്നാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ക്ലിയറൻസ്, അതായത് ഡോക്യുമെന്റ്സ് ക്ലിയറൻസ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്ലിയറൻസ് വിത്തിൻ 30 days. ഈ 30 ദിവസത്തിന്റെ ഉള്ളിൽ ഈ ക്ലിയറൻസ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ റിലീവിങ്ങും എക്സ്പീരിയൻസ് ലെറ്റർ ഇഷ്യൂയും ചെയ്യുക. ഇതെല്ലാം ക്ലിയർ ആണെങ്കിൽ, ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പീരിയൻസ് ലെറ്റർ അവർക്ക് കൈമാറാവുന്നതാണ്. അതിൽ കൺട്രോൾ പോയിന്റ് ഇതൊക്കെയാണ്. ഒന്ന്, VRF കൂടാതെ ഒരു ഹയറിങ്ങും നടക്കാൻ പാടില്ല. അതായത് റിക്വയർമെന്റ് ഇല്ലാതെ നമുക്ക് അഡീഷണൽ ഒരു ഹയറിംഗ് നടക്കാൻ പാടില്ല. പിന്നെ സാലറി സ്ട്രിക്ട്ലി ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതായത് പിന്നെ ഈ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെ അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള ആളെയാണ് വേണ്ടത്, അതിന് നമ്മൾ ഒരു കൃത്യം ബാൻഡ് വെക്കും. ഈ രൂപത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് ആ പോളിസി കൃത്യമായിട്ട് തന്നെ HR ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രൊബേഷൻ റിവ്യൂ, അത് മാൻഡേറ്ററി ആണ്. എല്ലാ സ്റ്റാഫുകൾക്കും പ്രൊബേഷൻ റിവ്യൂ ഫോം ഇതിന്റെ കൂടെ വേണം. എക്സിറ്റ് ഇന്റർവ്യൂ റിപ്പോർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടും ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് HR SOP ആയിട്ട് നമ്മൾ പറയുന്നത്.